അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ അംബാസഡറിലാണ് ഇന്ന് പോണ്. ഒരു പോത്തും കിടാവിനെ നോക്കാൻ പോകുകയാണ്. വണ്ടി കൈകിയിട്ടൊന്നുമില്ല, അത് കാരണം വണ്ടി കാണാൻ കുറച്ച് പവർ കുറവുണ്ട്. അപ്പോൾ വണ്ടി കാര്യങ്ങളും അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അംബാസഡർ. ഇനി അംബാസഡറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശദ വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഹംസ പുഞ്ചിരിക്കുണ്ട്. വാഹനത്തിന്റെ സ്റ്റെയറിംഗ് പിടിച്ച് ഫസ്റ്റ് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലേക്ക് മറിമറിച്ച് വെട്ടുകളിൽ നിന്നും താണ്ഡവമാടി ഞങ്ങൾ താടിപ്പടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പോത്തുംകുട്ടി നോക്കാൻ നമ്മൾ അംബാസഡറാണ് ഈ കാണുന്നത്. ഡ്രൈവർ ഹംസ ഇന്ന് നമ്മളോടൊപ്പം കയറിയിട്ടുണ്ട്. ഡ്രൈവറല്ല, നമ്മളെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പൊ ഇന്ന് വാഹനത്തിന്റെ സ്റ്റെയറിംഗ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ഗോ ദ വീഡിയോ. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോ ചങ്ങരംകുളം ടൗൺ കേന്ദ്രീകരിച്ച് ഐവ വഴി താടിപ്പടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങരംകുളത്തിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും കണ്ടോളി. ചങ്ങരംകുളത്താണ് ഇപ്പോൾ ഉള്ളത്. ചങ്ങരംകുളത്ത് കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹംസ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ചങ്ങരംകുളം ടൗൺ. അപ്പൊ ഇത് ഒരു പോത്തുംകുട്ടി അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരാളെ കയറ് മാറ്റിയിട്ടുണ്ട്. ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ നിക്കണ് ഇവനും എടുത്തിട്ടുണ്ട്. അപ്പൊ 3 പോത്തും കുട്ടികളെ നമ്മൾ എടുത്തിട്ടുണ്ട്. കൊണ്ടുപോകാൻ പോവാണ്. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. സേട്ട് ഇതാ ബാക്കിൽ കയ്യും കെട്ടിയിട്ട് നിൽക്കണ്. ഇനി കൊടുക്കാനുള്ള ഈ വലിയ പോത്തല്ലേ, ഈ പോത്തല്ലേ? ആ, ഇവിടെ വേറെ ഉണ്ട് കുറെ പോത്തും കുട്ടികൾ. ഇതാ കാട്ടിക്കൊമ്പനെ 65,000 റുപ്യക്ക് കൊടുത്തിക്കണ്. ഇനി കൊടുക്കാനുള്ള ഇതൊക്കെയാണ്. ഇതാണ് ഒരാള്. ഇതാ ഇയാളെ കൊടുക്കാനുള്ള ഒരു പോത്ത് ഇതാണ്. ഈ പോത്തിന് എന്താ മഹർ പറയുന്നു? മഹർ 80. ഇതിന് 80,000 റുപ്യാണ് പറഞ്ഞത്. 75 കുട്ടിയാ കൊടുക്കാന്നാ പറഞ്ഞത് പോത്തിന്റെ മുതലാളി. ആ പോത്തിന് 65,000 റുപ്യക്ക് കൊടുത്ത്. എപ്പോഴാ കൊണ്ടുപോകണ അതിനെ? വണ്ടി വരുന്നുണ്ടാ? ആ ഇത് നല്ല പോത്താട്ടാ. പെരുപ്പൻ പോത്ത്. ആ ഇനി പോത്തും കുട്ടികളുണ്ട്. അതിന്റെ അടുത്തേക്ക് പോവാ. കാണിച്ചു തരാം. പോത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ. ഇതാ പോത്തും കുട്ടി ഒന്ന് നിക്കണ്. ഇതും കൊടുക്കാളാ. ഇതൊരു പോത്തും കുട്ടി ഒന്നിതാ. അപ്പൊ മക്കളെ 3 എണ്ണത്തിനെ നമ്മള് എടുത്തിട്ടുണ്ട്. കൊണ്ടുപോകാൻ പോവാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മള് സ്വർഗത്തിലൊരു കാരക്കണ്ട് കൊടുക്കും. കൊണ്ടയ സ്വർഗത്തിലൊരു കാരക്കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് ഇങ്ങനെ പളപ്പായിട്ടുണ്ട് വരും. ആ സ്വർഗത്തിലെ കാരക്ക അവിടെ മേടിച്ച് വെച്ചിരിക്കാണ്. ആ അപ്പൊ അത് കൊടുത്തിട്ട് ഒന്ന് സെറ്റപ്പാക്കി നിർത്താണ്ട്. അത് കഴിഞ്ഞാലാണ് വിൽപ്പന ഉണ്ടാവുക. ആദ്യം പനിയുടെ ഗുളിക കൊടുക്കും, പിന്നെ വരയുടെ ഗുളിക കൊടുക്കും. അങ്ങനെ പല മരുന്നുകൊണ്ട് കൊടുത്തിട്ട് സെറ്റപ്പാക്കി നിർത്താണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വിൽപ്പന ഇട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോത്തിനെ ഈ പോത്തുകളെ യൂട്യൂബിലിട്ടുള്ളൂ വിൽപ്പനക്കായിട്ട്. അപ്പൊ അത് വരെ ഒന്ന് വിടിയ. ആയിക്കോട്ടെ, അങ്ങനെ പറയ്. അവിടെ കൊടുക്കും. ഈ സ്വർഗത്തിലെ കാരക്കണ്ട് കൊടുത്താലേ പോത്ത് ഇങ്ങോട്ട് പൊളച്ചിണ്ട് വരും. ഇങ്ങോട്ട് പൊളപ്പിക്കണം. ഒക്കെ നമ്മള് കൊടുന്ന കൊണ്ടാവുകയാണ്.
എന്നാ മുന്നിൽ നടന്നോളി മക്കളെ, മുന്നിൽ നടന്നോളി. എന്നാ എന്റെ എന്നാ കൊണ്ടുപോകട്ടാ. വായോ വായോ വായോ. അത് വരും വരും വരും. ബാക്കിൽ തൊളിച്ചോടുക്ക് വരും വരും. കുളത്തിയാടല്ലേ പോത്തെ ഇങ്ങോട്ട് പോയോ. അപ്പൊ നമ്മള് ഇന്നലെ പിന്നെ താടിപ്പടിക്കൽക്കാണ് പോത്ത് മേടിക്കാൻ പോയത്. അവിടെ ചെന്നേക്ക് പോത്തിനെ നമുക്ക് വില കൊണ്ട് ഒത്തില്ല. അപ്പം അതേപോലെ നമ്മൾ വണ്ടിയും തിരിച്ചിട്ട് ഇങ്ങോട്ട് പോന്ന്. എന്നിട്ട് ഇതാണ് ഇപ്പം എടുത്തത്, ഈ പോത്ത്. ഇത് കൊടുക്കാനുള്ള പോത്തും കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതിപ്പോൾ അടിമിറ്റാ. ഇവരൊക്കെ ഈ തോത്തിലിപ്പോൾ അടിമിറ്റായിക്ക. ഈ മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ക്ലിയറാക്കിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ കൊടുക്കുള്ളൂ. അതുവരെ തോത്തിൽ ഒരാഴ്ച തോത്തിൽ നിർത്താൻ പോവാണ്. അപ്പം ഇതിൻ്റെ അസുഖങ്ങളൊക്കെ പറഞ്ഞാൽ ഒന്നും ഇല്ലട്ടാ. പിന്നെ പനിയുടെ ഗുളിക, വിരയുടെ ഗുളിക, അതുപോലെ കുറച്ച് പൊടിമരുന്ന്, അങ്ങനത്തെ ഉള്ളിലേക്ക് കയറാനുള്ള മരുന്നുകളൊക്കെ കയറ്റിയതിൻ്റെ ശേഷം പോത്തിനെ വെക്കുള്ളൂ.